താമരശ്ശേരിയിൽ ഭർത്താവ് കൊലപ്പെടുത്തിയ ഷിബിലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അതിനിടെ പ്രതി യാസറിന്റെ കാറിൽ നിന്ന് കത്തിയും ബാഗും കണ്ടെത്തി. താമരശ്ശേരി സിഐയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. ഫോറൻസിക് പരിശോധനയ്ക്കായി പ്രതി യാസറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. താമരശ്ശേരിയിൽ ഭർത്താവ് കൊലപ്പെടുത്തിയ ഷിബിലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഷിബിലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ട് നൽകിയത്. അതിനിടെ പ്രതി യാസറിന്റെ കാറിൽ നിന്ന് കത്തിയും ബാഗും കണ്ടെത്തിയിട്ടുണ്ട്. ദിസ്ന ചേരുന്നു. ദിസ്ന, പറയൂ. മദ്രസ ഹാളിലെത്തിയത് കുടുംബക്കാരെ, അതായത് പ്രധാനപ്പെട്ട ബന്ധുക്കളെ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് ഇവിടെ ഷിബിലയെ കാണാനായി എത്തിയിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ഒരു പ്രേമ വിവാഹമായിരുന്നു. അതും കുടുംബമൊക്കെ ഇതിനെ എതിർത്തിരുന്നു. എന്നാലും യാസറിന്റെ കൂടെ മാത്രമേ താൻ ജീവിക്കൂ എന്നൊരു കാര്യം. ദിസ്ന തുടരുക. ദിസ്നയിലേക്ക് എത്താം. താമരശ്ശേരിയിൽ ഭർത്താവ് കൊലപ്പെടുത്തിയ ഷിബിലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുകയാണ്. അതിനിടെ യാസറിന്റെ കാറിൽ നിന്ന് കത്തിയും ബാഗും കണ്ടെത്തിയിട്ടുണ്ട്. താമരശ്ശേരി സിഐയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. ഫോറൻസിക് പരിശോധനയ്ക്കായി പ്രതി യാസറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. ഷിബിലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. അതിനുശേഷം അന്തിമോപചാരം അർപ്പിക്കുന്ന തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ദിസ്നയിലേക്ക് പോകുന്നു. ദിസ്ന, തുടരാം. എത്തിയിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ബന്ധുക്കളെ മാത്രമേ ഈ മൃതദേഹം കാണിക്കുന്നുള്ളൂ എന്നത് തന്നെയാണ്. ഇപ്പോൾ ഇതാ ഷിബിലയുടെ മൃതദേഹം സംസ്കരിക്കുവാനായി കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, വലിയ നാടിനെ നടുക്കിയ ഒരു ദുരന്തം തന്നെയായിരുന്നു ഇന്നലെ സംഭവിച്ചത്. 6:30 വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോഴാണ് ഇത്തരത്തിൽ യാസർ അവിടെ എത്തുകയും ഈ കുടുംബത്തെ ഒന്നാകെ പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ആദ്യമായി ഷിബിലയെയാണ് കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. നെഞ്ചിലാണ് കുത്തിയത്. അത് എതിർക്കാൻ വന്ന പിതാവിനെയും മാതാവിനെയും അടക്കം യാസർ കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. വികാര നിർഭരമായ ഒരു നിമിഷത്തിൽ കൂടി തന്നെയാണ് ഇവിടെ കടന്നു പോകുന്നത്. കാരണം ചെറിയൊരു കുഞ്ഞാണ് അവർക്കുള്ളത്. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.